തിരുവല്ലയിൽ സ്ഥിതി കൂടുതൽ വഷളാകുന്നുണ്ടോ എന്ന സംശയമാണ് നിലവിൽ നമുക്ക് തോന്നുന്നത്. ഇന്ന് രാവിലെ മുതൽ ചെറിയ തോതിൽ മഴ നിർത്താതെ പെയ്യുന്നുണ്ട്. പലയിടങ്ങളിലും വെള്ളം കയറുന്ന സാഹചര്യമുണ്ട്. ഇന്നലെ ഏതാണ്ട് 500ഓളം ആളുകളെ ഈ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് കൊണ്ടുവന്നിരുന്ന പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് ഈ ദേവസ്വം ബോർഡ് സ്കൂൾ എന്ന് പറയുന്നത്. ഈ തിരുവല്ലയിലുള്ള ഈ ദേവസ്വം ബോർഡ് സ്കൂളിൽ നിലവിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇവിടെ പൂർണ്ണമായും സ്കൂളിലേക്ക് വെള്ളം കയറി എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന്റെ ഭാഗമായി തന്നെ ഇവിടുത്തെ അന്തേവാസികളെ മറ്റ് ഇടങ്ങളിലേക്ക്, ഇപ്പോൾ MGM സ്കൂൾ ഉൾപ്പെടെയുള്ള ഇടങ്ങളിലേക്ക് മാറ്റുന്ന ഒരു പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. അതിൽ 290ഓളം ആളുകളെ ഇതിനകം തന്നെ മാറ്റിക്കഴിഞ്ഞു. SFIയുടെ സ്റ്റുഡന്റ് ബറ്റാലിയന്റെ നേതൃത്വത്തിൽ, തിരുവല്ല ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ പുരോഗമിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഈ സ്കൂളിൽ താമസിച്ചിരുന്ന 290ഓളം ആളുകളെ MGM സ്കൂളിലേക്ക് മാറ്റിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇവിടെ ആരോഗ്യപരമായ പ്രശ്നങ്ങളുള്ള ചില ആളുകൾ കൂടി ഇതിനകത്ത് ഉണ്ടായിരുന്നു. അവരെ ആംബുലൻസ് മുഖാന്തരം മറ്റിടങ്ങളിലേക്ക് മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് നിലവിൽ ഇപ്പോൾ നടത്തുന്നത്. ഏതായാലും വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിൽ ക്യാമ്പുകളിൽ ഉൾപ്പെടെ വെള്ളം കയറുന്ന സാഹചര്യമുണ്ട്. അത്തരത്തിൽ വെള്ളം കയറുന്നതിന്റെ ഭാഗമായി തന്നെ മറ്റ് ക്യാമ്പുകളിലേക്ക് അവരെ മാറ്റുന്ന ജോലികളാണ് ഇന്നലെ രാത്രി മുതൽ ഇന്ന് പകലും തുടരുന്നത് എന്നുള്ളതാണ്. ഏതായാലും പലയിടങ്ങളിലും ഈ അസൗകര്യങ്ങളുണ്ട്, വലിയ പരിമിതികളുണ്ട് പല ക്യാമ്പുകളിലും. അതിന്റെ ഭാഗമായി പൊതുപ്രവർത്തകർ, സന്നദ്ധ സംഘടനകൾ, SFI, DYFI ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി യുവജന സംഘടനകളെല്ലാം വലിയ പ്രയത്നമാണ് അതിന്റെ ഭാഗമായി തന്നെ നടത്തുന്നത്. നിലവിൽ ഇപ്പോൾ ആളുകളെ ആംബുലൻസിലേക്ക് ഉൾപ്പെടെ കയറ്റുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് തത്സമയം കാണാൻ കഴിയുന്നത്. ഏതാണ്ട് മുഴുവൻ ആളുകളെയും, ഇവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും മറ്റ് സ്കൂളുകളിലേക്ക് മാറ്റിക്കഴിഞ്ഞു. ഇനി ഏതാനും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ നേരിടുന്ന ചില ആളുകൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. അവരെ കൂടി മറ്റ് സ്കൂളുകളിലേക്ക്, സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് SFIയുടെ നേതൃത്വത്തിൽ ഉൾപ്പെടെ നിലവിൽ നടത്തുന്നത് എന്നതാണ് നമുക്കിപ്പോൾ നിലവിൽ കാണാൻ കഴിയുന്നത്. നിലവിൽ ഇപ്പോൾ നെടുമ്പ്രം പഞ്ചായത്ത് പ്രസിഡന്റ് K ബാലചന്ദ്രൻ ഇവിടെ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് അദ്ദേഹമാണ്. വേറെ എവിടെയെങ്കിലും ഇതുപോലുള്ള നെടുമ്പ്രം പഞ്ചായത്തിലെ, പെരിങ്ങര പഞ്ചായത്തിലെ, കുറ്റൂർ പഞ്ചായത്തിലെ, നിരണം പഞ്ചായത്തിലെ, കടപ്പുറം പഞ്ചായത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ മുഴുവൻ വെള്ളം കയറി കിടക്കുകയാണ്. അപ്പം ഈ ക്യാമ്പുകളിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യം, ക്യാമ്പുകളിൽ വെള്ളം കയറുന്ന ഇവിടെ മാത്രമേ ഉള്ളൂ. പെരിങ്ങര ഉണ്ടായിരുന്നു, അത് മാറിയിട്ട് ഇപ്പം നമ്മുടെ തൊട്ടടുത്ത സ്ഥലത്തേക്ക് മാറിയിട്ടുണ്ട്. മതിയായ സൗകര്യങ്ങളുണ്ടോ മറ്റ് സ്കൂളുകൾ? MGM സ്കൂൾ എന്ന് പറഞ്ഞ വലിയ സ്കൂളാണ്, അവിടത്തേക്ക് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇവിടെ പിന്നെ ഭക്ഷണത്തിന്റെ ഒരു ക്രമീകരണമുണ്ട്. കാരണം അത് ഈ റവന്യൂ അധികാരികൾ ഇതൊന്ന് എത്തിക്കുന്നതിന് ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട്. ഒന്ന്, ഈ പച്ചക്കറിയിൽ നിന്ന് വരുന്ന പത്തനംതിട്ട വരണ്ടേ, 2 മണിക്ക് വരുന്ന പച്ചക്കറി രാത്രി 10 മണിക്ക് വരത്തുള്ളൂ. ഇന്ന് രാവിലെ ഗ്യാസ് തീർന്നു പോയി. അങ്ങനെ ചെറിയ റവന്യൂ വിഭാഗത്തിന്റെ ഭാഗത്തുനിന്ന് ചെറിയ മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട്. അത് നമ്മൾ അധികാരികളെ ബോധിപ്പിച്ചപ്പോൾ അവരത് വളരെ ലാഘവത്തോടെ ആൾക്കാരത്തെ കണ്ടത്. അപ്പൊ ഇപ്പം തന്നെ രാവിലെ ഈ വെള്ളം കയറിയ സമയത്ത് കുറെ ഇടപെട്ടിട്ടാണ് നമ്മൾ ഇപ്പോൾ ഈ ക്രമീകരണം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞത്. ഏതായാലും SFIയുടെ നേതൃത്വത്തിലാണ്, സ്റ്റുഡന്റ് ബറ്റാലിയന്റെ നേതൃത്വത്തിലാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത്. അവരോടും ചോദിക്കാം, എവിടെയൊക്കെയാണ് ഇത്തരത്തിൽ നിലവിൽ ഇതുപോലുള്ള പ്രശ്നങ്ങളുള്ളത്? തിരുവല്ലയുടെ വിവിധങ്ങളായ അപ്പർ കുട്ടനാട് പ്രദേശങ്ങളിലെല്ലാം ഇതേ ഭീഷണി, വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്നുണ്ട്. ഈ പ്രദേശങ്ങളിൽ കഴിയുന്നത്ര വേഗത്തിലും കഴിയുന്നത്ര സുലഭമായി നമ്മൾ നമ്മുടെ സ്റ്റുഡന്റ് ബറ്റാലിയന്റെ പ്രവർത്തനങ്ങളെ വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇന്നിപ്പം ദേവസ്വം ബോർഡായിരുന്നു. ഇന്നലെ ഞങ്ങൾ നിരണം പ്രദേശത്ത് വീടുകളിൽ സാധനം മാറ്റിവെക്കുന്ന ആളുകളെ മാറ്റേണ്ട അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു. കോട്ടത്തോട് പോലുള്ള ഒറ്റപ്പെട്ട് നിന്ന ഒരു കുടുംബത്തെ രക്ഷിക്കുന്ന ഒരു സാഹചര്യം. അപ്പൊ ജില്ലയിലെമ്പാടും, ജില്ലയിലുള്ള മുഴുവൻ സ്റ്റുഡന്റ് ബറ്റാലിയനെ ഇപ്പൊ തിരുവല്ല കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനമാണ് നടത്തുന്നത്. ഏറ്റവും കൂടുതൽ ഭീഷണി ഇപ്പോൾ ആറന്മുളയിൽ നടക്കുള്ള വെള്ളം ഇറങ്ങി ഏറ്റവും കൂടുതൽ പ്രളയത്തിന്റെ ഭീഷണി ഉണ്ടായിരിക്കുന്ന പ്രദേശം തിരുവല്ലയാണ്. അപ്പൊ അതിന് തക്ക നിലയിൽ നമ്മളെ കൊണ്ട്, സ്റ്റുഡന്റ് ബറ്റാലിയനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധി തരത്തിൽ ആളുകളെ രക്ഷിക്കുന്നത്, കമ്മ്യൂണിറ്റി കിച്ചണകത്ത് സഹായം, അങ്ങനെ ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലുള്ള മനുഷ്യരെ ഷിഫ്റ്റ്. ഇപ്പോൾ ഇന്ന് വരെ ഇവിടെ വെള്ളമില്ലായിരുന്നു, ഇന്ന് രാവിലെ ഇവിടെ വെള്ളം കയറി. അപ്പോൾ ആളുകളെ ഷിഫ്റ്റ് ചെയ്യാനുള്ള സഹായം ഇവിടുന്നുള്ള പഞ്ചായത്ത് അഭ്യർത്ഥിച്ച മുറയ്ക്ക് തന്നെ ഞങ്ങൾ മുഴുവൻ ആളുകളും ആളുകളെ ഷിഫ്റ്റ് ചെയ്യാനും വയ്യാത്ത, ഇപ്പോൾ നിങ്ങൾ കണ്ട പോലെ കിടപ്പ് രോഗികളടക്കമുള്ള ഒട്ടനവധിയായുള്ള ആളുകളാണ് ഈ പ്രളയഭീഷണിയിൽ വീട് നഷ്ടപ്പെട്ട് ക്യാമ്പുകളിലേക്ക് വന്നത്. അപ്പൊ അവരെ സഹായിക്കുക, പഞ്ചായത്തിന്റെ പ്രവർത്തനത്തിനെ ഏകോപിപ്പിക്കുക, മറ്റ് ആളുകളെ സഹായിക്കുക, എല്ലാ തരത്തിലുമുള്ള മുഴുവൻ സന്നദ്ധ പ്രവർത്തനവുമായിട്ടാണ് സ്റ്റുഡന്റ് ബറ്റാലിയൻ ജില്ലയിൽ ആകമാനം ഈ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നത്. നിലവിൽ ഇപ്പൊ ഈ ഒരു സാഹചര്യത്തെ എങ്ങനെയാണ് കാണുന്നത്? ഇപ്പൊ മഴ നിർത്താതെ പെയ്യുന്ന ഒരു, ചെറുതാണെങ്കിൽ പോലും നിർത്താതെ പെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്നലെ ഇവിടെ വെള്ളം ഉണ്ടായിരുന്നില്ല, ഇന്നത്തേക്ക് ഇപ്പൊ ഇവിടെയും വെള്ളം കയറുന്ന ഒരു സാഹചര്യം. ഇത് ഒരു പ്രളയഭീഷണിയുടെ ഒരു സമാനമായ സാഹചര്യം ഞങ്ങൾ കാണുന്നുണ്ട്.
പക്ഷേ ഒരു താരതമ്യം എന്നുള്ള ഈ സാഹചര്യത്തിൽ താരതമ്യം ഒരു അക്ഷരം പറയുന്ന ഒരിക്കലും ശരിയല്ല. പക്ഷേ മുൻപുണ്ടായിരുന്ന പോലെ ഒരു ക്രോഡീകരണം, ഒരു ഏകീകരിച്ചുള്ള ഒരു പ്രവർത്തനം, ഇതിനെ മൊത്തത്തിൽ ഈ നമ്മുടെ ജനങ്ങളാണ്, നമ്മുടെ മനുഷ്യരാണ് അവരെ രക്ഷിക്കുന്നതിനകത്ത് അവരുടെ ദുരിതാശ്വാസം. ഇപ്പം പല ക്യാമ്പുകളിൽ ഇന്ന് രാവിലെ ഇപ്പം ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് കേട്ടു, ഗ്യാസ് തീർന്നുപോയി. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാനോ ഇതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു കേന്ദ്രീകരണ സ്വഭാവം ഇതിന്റെ നഷ്ടപ്പെട്ടു പോയി. മുൻപ് നമ്മളിപ്പോ SFI പറയുന്നു എന്നുള്ളത് കൊണ്ട് അത് LDFന്റെ പറഞ്ഞ അങ്ങനല്ല. പക്ഷെ മുൻപ് സമാനതകളില്ലാത്ത, അത് ക്യാമ്പിൽ നിന്ന് തന്നെയുള്ള ആളുകളുടെ പ്രതികരണമാണ്, ഞങ്ങൾ പോകുന്ന ക്യാമ്പുകളിൽ നിന്നുള്ള ആളുകളുടെ പ്രതികരണമാണ്. മുൻപ് ഉള്ള ഈ കഴിഞ്ഞ 2018 പ്രളയത്തെ താരതമ്യം ചെയ്യുമ്പോൾ അന്നും ഇതിനേക്കാൾ ഭയാനകമായ സ്ഥിതിയെ വളരെ കൂളായി ഒരു സ്റ്റേറ്റ്മാൻഷിപ്പിൽ നിന്നുകൊണ്ട് കൈകാര്യം ചെയ്യുന്ന ഒരു ഭരണ സംവിധാനം ഈ സംസ്ഥാനത്തുണ്ടായിരുന്നു. അതിന്റെ നിലയിലായിട്ടുള്ള എല്ലാ പ്രവർത്തനവും ദുരിതാശ്വാസ ക്യാമ്പിലെ ജനങ്ങൾക്ക് അതിനെ സംബന്ധിച്ചുള്ള മുഴുവൻ പ്രവർത്തനവും അവർക്ക് അതിന്റെ ഒരു ആശ്വാസം ഉണ്ടായിരുന്നു, അതിനൊരു സെൻട്രലൈസേഷൻ ഉണ്ടായിരുന്നു. ഏതായാലും ആ നിലയിലാണ് ഇവിടുത്തെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. സർക്കാർ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്, ആവശ്യകതയുണ്ട്. പക്ഷെ ആ നിലയിലേക്ക് ആ കാര്യങ്ങൾ പോകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥി യുവജന സംഘടനകളെല്ലാം, പൊതുപ്രവർത്തകരെല്ലാം തന്നെ, സന്നദ്ധ പ്രവർത്തകരെല്ലാം തന്നെ സജീവമായി ഈ രംഗത്തേക്ക് ഇറങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യവും സംജാതമായിരിക്കുകയാണ്. ക്യാമറ പേഴ്സൺ മുനീർ ഖാനൊപ്പം കമലേഷ് തെക്കേക്കാട്, കൈരളി ന്യൂസ്.